മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്യൂൻ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ്. പേരുകേട്ട തലശ്ശേരി ബിരിയാണി മുതൽ വെറൈറ്റികളുടെ ഒരു കലവറ തന്നെ ഒരുക്കുകയാണ് 30 വീട്ടമ്മമാർ. കണ്ണൂരിൽ നിന്നും ഹരീഷ് നമ്മോടൊപ്പം ഭയങ്കര രസകരമായ കൊതിയൂറുന്ന നാവിൽ വെള്ളമോറുന്ന കാഴ്ചകളെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചു. ഇന്നിപ്പോൾ വീണ്ടും അതിന്റെ അപ്ഡേഷൻസ് വരികയാണ്. ഹരീഷ്, ഒറ്റയ്ക്കേ ഉള്ളോ ഇന്ന്? കൈപ്പള്ളി വിജയേട്ടൻ തീരെ വയ്യാന്ന് തോന്നുന്നു. കാരണം വിജയേട്ടൻ ഭക്ഷണം കഴിച്ച് സൈഡായി തോന്നുകയാണ്. കാരണം ഇന്ന് വന്നിട്ടില്ല. ഇനി കോഴിക്കോട്ടേക്ക് പോയോ എന്നറിയില്ല. എന്താ, ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം ഇവിടുത്തെ കാറ്റിന് ഒരൊറ്റ മണമേ ഉള്ളൂ, നല്ല ബിരിയാണിയുടെ മണം. കാരണം 30 വീട്ടമ്മമാർ പങ്കെടുക്കുന്ന മെഗാ പരിപാടി, എല്ലാം ലൈവാണ് കാര്യങ്ങളെല്ലാം തന്നെ. രാവിലെ തന്നെ 10 മണിയോടെ തന്നെ പരിപാടി ആരംഭിച്ചു. ഏകദേശം ദമ്മ് പൊട്ടിക്കാനുള്ള സമയത്തിലേക്ക് അടുക്കുകയാണ്. അവസാനഘട്ട പണിയിലാണ്. എന്തായി? ചോറാവുന്നുണ്ട്. തളിപ്പറമ്പ്. കപ്പ് അടിക്കണം. കപ്പടിച്ചാലും ആര് കപ്പടിച്ചാലും പകുതി പൈസ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 25,000 രൂപയാണ് ഒന്നാം സമ്മാനം. അതായത് ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ 25,000 ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം 15,000 രൂപ, മൂന്നാം സമ്മാനം 10,000 രൂപ. അങ്ങനെ അതിൽ തന്നെ 2 പേരെ സെലക്ട് ചെയ്ത ആൾക്കാർ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കും. ഷണിതടാ, എന്തൊക്കെയാ? അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ തടി ശ്രദ്ധിക്കണം. അല്ല, തടിക്ക് കുഴപ്പമില്ല. ബിരിയാണി കഴിക്കൽ വളരെ കുറവ് കഴിക്കുള്ളൂ. നമ്മളിത് വളരെ എന്താ പറയുക, 30 പേര് സെലക്ട് ചെയ്തു, 30 പേരും പങ്കെടുക്കുന്നു. ഇന്നലെ കാസർഗോഡ് കഴിഞ്ഞു, ഇന്ന് കണ്ണൂർ എത്തി. ഇതൊരു യാത്രയാണ് തിരുവനന്തപുരം വരെ. ഫെബ്രുവരി 2-ാം തീയതി തിരുവനന്തപുരം സമാപിക്കുമ്പോഴത്തേക്ക് ഏകദേശം 420 പേര് ഇതുപോലെ ലൈവായിട്ട് കുക്ക് ചെയ്യും. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം. ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു ജനുവരി 1 മുതൽ നന്നാവാന്ന്. കാരണം ഭക്ഷണം കുറച്ച് ഡയറ്റൊക്കെ എടുത്ത്, പക്ഷേ പറ്റും തോന്നുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മണം. കൈപ്പള്ളി അതുപോലെ രാജീവേട്ട രണ്ടാക്കും തീരാ നഷ്ടം തന്നെയാണ്. അടുത്ത ബസ് കിട്ടുകയാണെങ്കിൽ കയറി പോരാ. ഇന്ന് എത്താൻ സമയം ഉണ്ടാവില്ല. നാളെ അവധിയാണ്. മറ്റന്നാൾ വയനാടാണ് ഫെസ്റ്റിവൽ. സി കെ അങ്ങോട്ട് കണ്ണൂരിലേക്ക് വരാത്തതാണോ? ഇന്നലെ എല്ലാ പാത്രങ്ങളിൽ നിന്നും സി കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കണ്ട്, കാരണം എല്ലാ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് ഇന്ന് കിടന്നു പോയതാണോ? വയറ് നിറഞ്ഞ് കിടന്നു പോയതാണോ എന്ന്? അല്ല, വിജയേട്ടൻ ഇന്നലെ ഈ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിച്ചിട്ട് മൂപ്പര് യാതൊരു നിയന്ത്രണമില്ലാതെ പോയതാ. അതിന്റെ കൂടെ ബിരിയാണിയും. മൂപ്പര് 10 മണി മുതൽ 1 മണി വരെ അണ്ടിപ്പരിപ്പ്, അതിനുശേഷം ബിരിയാണിയും കഴിച്ച് പോയാളാ. എന്താ, വിളിച്ചു നോക്കണം രാവിലെ എന്തായത്. അതായത് ഭക്ഷണം പറഞ്ഞാൽ ഗംഭീര ഭക്ഷണമാണ്. ഒരു രസയില്ല. പിന്നെ ആദാമിന്റെ ചായ കട ഫോണിലാണോ? നന്നായി പോണു. അപ്പൊ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പ്രത്യേക അഭിമാനമാണ് ആദാമിന്റെ ചായക്കട, അറിയാലോ. അപ്പം എന്തൊക്കെ ബിരിയാണി ഫസ്റ്റ് എങ്ങനെ പൊതുവെ? സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, തലശ്ശേരി കണ്ണൂർ ബിരിയാണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവിടെ വന്നപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ജഡ്ജായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. കാരണം ഇതിൻ്റെ ആശാന്മാരുടെ ഇടയിലാണല്ലോ നമ്മൾ പോകുന്നത്. ഒന്നിനൊന്ന് മെച്ചമൊന്നും പറയാം. റൈറ്റ് ഫ്രം അവരുടെ പ്രോസസ്സും സെറ്റിങ്ങും, പിന്നെ ഇവിടെ കയറി വന്നപ്പോൾ തന്നെയുള്ള ആ മണം, അത് ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പം മണം എന്ന് പറയുന്ന സാധനം എപ്പോഴും ക്വാളിറ്റി ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ എറോമ ഫുഡിൽ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കാതെ. അപ്പോൾ അതിനർത്ഥം ഇവിടെയുള്ള ആളുകളെല്ലാം പ്രത്യേകിച്ച് അവരുടെ ഗരം മസാല ഒക്കെ വീട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ഓരോന്നും ഒബ്സർവ് ചെയ്യാണ് എങ്ങനെയാണ് അവരതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ടെക്നിക്സ്, ഓരോ കണ്ടസ്റ്റൻറ്റും വ്യത്യസ്ത ടെക്നിക്സിലാണ് ചെയ്യുന്നത്. വെറുതെ അല്ല കണ്ണൂർക്കാർ ഇതിൻ്റെ ആശാന്മാരാന്ന് പറയുന്നത്. ഇന്നലെ കാസർഗോഡ് സംഭവിച്ചത് തന്നെയാണ്. കാരണം 30 സെയിം റൈസ്, നമ്മുടെ റൈസ് സെയിം, ചിക്കൻ നമ്മളെല്ലാം നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഫൈനൽ ഔട്ട് വരുമ്പോൾ 30 ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിലും ഈ ടെക്നിക്സ് ഒന്നും പഠിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നു, ഞാനിവിടെ കണ്ടപ്പോൾ 12 വർഷമായി ഞാൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ എനിക്കൊരു 5-6 ടിപ്പ് കിട്ടിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർക്കൊരു എന്താ പറയുക, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയുള്ള പരിചയമല്ല, അവരുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ റെസിപ്പി. ഈവൻ മീറ്റ് എങ്ങനെ മാരിനേറ്റ് ചെയ്യണം, റൈസ് എങ്ങനെ കുക്ക് ചെയ്യണം, അതിൻ്റെ ഫ്ലെയിം എത്ര വേണം. അപ്പോൾ ഞാൻ വന്നപ്പോൾ നോക്കുന്ന ഏറ്റവും വലിയ വെച്ചാൽ അവരെല്ലാവരും അതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ അങ്ങനെ ആരും നോക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഒരു ഒബ്സർവ് ചെയ്ത് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഫ്ലെയിം കഴിക്കുന്നു? ഫ്ലെയിം കൂടിപ്പോയാൽ ഫുഡ് മോശമാണ്. എന്തായാലും ഈ പാചകപ്രിയ തെക്കോട്ട് കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ രുചിയുടെ വെറൈറ്റിയാണ്. പക്ഷെ അപ്പോഴും ഈ മലബാർ ബിരിയാണി, അതിൽ തന്നെ തലശ്ശേരി ബിരിയാണി എന്നുള്ളത് നമുക്ക് എന്തായാലും ഈ തെക്കോട്ട് വരുമ്പോൾ കിട്ടില്ല.